കുട്ടികളെ നമസ്കാരം. മതം എന്നുള്ള മനോവികാരത്തെ വിസ്തരിക്കൽ തുടരുകയാണ് ഉറവങ്കര. ഇനി വരുന്ന ഈ 54-ാമത്തെ ശ്ലോകത്തിലും നല്ല പേ പിടിച്ച അവസ്ഥയിൽ മതം നിറഞ്ഞ് നിൽക്കുന്നവൻ ഒരു മറവി രോഗക്കാരനെ പോലെ ആയിത്തീരും എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. നിറഞ്ഞ കോൾ കൊണ്ട മദാംബുരാശവു മറിഞ്ഞു വീണോരു മനുഷ്യനോർത്താൽ അറിഞ്ഞിടാ തന്നെയും അന്യനെയും പറഞ്ഞു കേൾപ്പിക്കലും ഇല്ല കാര്യം. ഇതിൻ്റെ അന്വയം നോക്കാം. ഓർത്താൽ നിറഞ്ഞ കോൾ കൊണ്ട മദാംബുരാശവു മറിഞ്ഞു വീണ ഒരു മനുഷ്യന് തന്നെയും അന്യനെയും അറിഞ്ഞിടാ പറഞ്ഞ് കേൾപ്പിക്കലും കാര്യമില്ല. ഇതാണ് അന്വയം എന്നർത്ഥം. അപ്പോൾ ഓർത്താൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുമ്പോൾ, അതിനെപ്പറ്റി മനനം ചെയ്യുമ്പോൾ, നിറഞ്ഞ കോൾ കൊണ്ട മദാംബുരാശവു ധാരാളം കോൾ കൊണ്ട, കോൾ എന്ന് പറഞ്ഞാൽ കോളെടുക്കുക, കടലിൽ കാറ്റ് പരക്കുക അർത്ഥം. അപ്പോൾ കടലിൽ കാറ്റ് വന്നാൽ തിരമാലകളും ഒക്കെ ആയിട്ട് ആകെ അത് ധാരാളം കോളുള്ള അങ്ങനെയുള്ള മദാംബുരാശവും മദം കൊണ്ടുള്ള ഒരു അമ്പുരാശി, അതായത് അമ്പുധി സമുദ്രം എന്നർത്ഥം. മതം അത്രയ്ക്ക് ധാരാളം നിറഞ്ഞ് നിൽക്കുന്ന ഒരാൾ, അതിൽ മറിഞ്ഞു വീണൊരു മനുഷ്യൻ. മറിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ തല കിഴക്കാൻ തൊക്കായിട്ട് വീഴുക എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ ഒന്നാമത് ഈ സമുദ്രത്തിലാണെന്ന് വെച്ചാൽ ധാരാളം വെള്ളം നിലയുണ്ടാവില്ല, തുഴഞ്ഞും കൊണ്ട് നിൽക്കണം. അത് കാറ്റ്, സമുദ്രത്തിലെ കാറ്റെന്ന് പറഞ്ഞാൽ വളരെയധികം കാറ്റടിച്ചുകൊണ്ടിരിക്കും. കരയിലത്തെ മാതിരില്ല. കരയിലാവുമ്പോൾ മരങ്ങളോ കുന്നുകളോ ഒക്കെ ആയിട്ട് കാറ്റിനെ തടുക്കാനും അതിൻ്റെ ഗതി മാറ്റിവിടാനൊക്കെ സാധ്യതയുണ്ട്. സമുദ്രത്തിലാവുമ്പോൾ അതില്ല. കാറ്റടിക്കാൻ തുടങ്ങിയ അതിശക്തിയായിട്ട് കാറ്റടിക്കും. അപ്പോൾ കാറ്റ് വന്നാൽ തിരമാലകളും ഒക്കെ ആയിട്ട് ആകെ ഒരു കലങ്ങി മറിഞ്ഞ ഒരു മട്ടാവും എന്നർത്ഥം. അപ്പോൾ മതം എന്നുള്ള അത്ര അധികമാകുമ്പോൾ, അതാണല്ലോ സമുദ്രം എന്ന് പറയുന്നത്. സമുദ്രം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഏറ്റവും അധികം ശേഖരിച്ച് ഉള്ള സ്ഥലം. അപ്പോൾ കിണർ, കുളം, തോട്, പുഴ, പിന്നെ പുഴയാണല്ലോ പോയി സമുദ്രത്തിൽ ചേരണത്. അപ്പോൾ ഏറ്റവും അധികം വെള്ളം ഉള്ള സ്ഥലം. അപ്പം മതം ആകുന്ന അമ്പുരാശിയാണ്, മതം കൊണ്ട് നിറഞ്ഞ അമ്പുരാശിയാണ്. അപ്പം അതിധാരാളം മതം വന്നു കഴിഞ്ഞാൽ അതിൽ മറിഞ്ഞു വീണ മനുഷ്യൻ, അതിൽ പെട്ടുള്ള മനുഷ്യന് എന്താണ്? തന്നെയും അന്യനെയും അറിഞ്ഞിടാ. അവനവനെ അറിയില്ല. ആദ്യം വേണ്ടത് അതാണല്ലോ, സ്വയം ആരാണെന്ന് അറിയാം. അത് ഇല്ലാതാവും. അതായത് ആത്മബോധം ഇല്ലാതെയാവും എന്നർത്ഥം. ആത്മബോധം നശിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്ത് കഴിവുണ്ട് എന്ന കാര്യമൊക്കെ മറക്കും. അപ്പോൾ ചിലപ്പോൾ തനിക്കില്ലാത്ത കഴിവുകളുണ്ട് എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തിയെന്ന് വരാം. മാത്രമല്ല അന്യന്മാരെ അറിയില്ല. അന്യന്മാരുടെ കഴിവ് എന്താണ്, അവർക്ക് എന്തൊക്കെ കേമത്തുണ്ട് എന്നോ അറിയാതെ കണ്ട് അവരോട് പെരുമാറും മതം വന്നാൽ. അപ്പോൾ അവനവനെയും അന്യന്മാരെയും അറിയാത്ത, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത, അബദ്ധമായിട്ട് ചിലതൊക്കെ മനസ്സിലുറപ്പിച്ച് അങ്ങനെ ഇരിക്കും ഈ മതം നിറഞ്ഞുള്ള ആൾക്കാരെന്നർത്ഥം. ഏകദേശം അൽഷിമേഴ്സോ അല്ലെങ്കിൽ അതുപോലുള്ള മറവി രോഗങ്ങളൊക്കെ വന്നുപെട്ടാൽ, വയസ്സായി കഴിഞ്ഞാൽ, പേ പിടിച്ചുള്ള സമയത്ത്
ഏകദേശം ഇങ്ങനെ ഒരു അവസ്ഥയാവും. അവനവനെ അറിയില്ല, മറ്റുള്ളവർ വന്ന് പറഞ്ഞാലും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിപ്പോഴും. എന്നാൽ മനസ്സിലാവാത്ത ആളാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കരുതേ അവർക്ക്. അങ്ങനെയല്ലേ വേണ്ടത്? പറഞ്ഞു കേൾപ്പിക്കുക, പറഞ്ഞു കേൾപ്പിക്കുക. പറഞ്ഞെങ്കിൽ വെറുതെ പറഞ്ഞാൽ പോരാ, അത് കേൾപ്പിക്കണം. അത് കേൾക്കാൻ പാകത്തിൽ ചെവിയുടെ അടുത്ത് എന്ന് പറയണം. പിന്നെ അഭിവാദ്യം ചെയ്യുമ്പോൾ സ്വന്തം പേര് പറയണം. പിന്നെ ആളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പേര് വിളിച്ച്, അല്ലെങ്കിൽ സ്ഥാനപ്പേരോ എന്താ വെച്ചാൽ അത് വിളിച്ച്, അച്ഛാന്നോ അമ്മാമാന്നോ മുത്തശ്ശാന്നോ മുത്തശ്ശി എന്തായാലും ആ പേര് വിളിച്ച്, അപ്പോൾ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ വിളിച്ച് ചെവിയുടെ അടുത്ത് ചെന്ന് പറയുക, കേൾക്കാൻ പാകത്തിൽ പറയുക. അതാണ് പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം. ഈ മതം നിറഞ്ഞ ആളാവുമ്പോൾ പറഞ്ഞു കേൾപ്പിച്ചാലും അത് മുഴുവൻ ധരിക്കില്ല, മനസ്സിലാക്കില്ല. ചുരുക്കത്തിൽ ഈ മതം നിറഞ്ഞ് നിൽക്കുന്ന ആളെ നേരെയാക്കി എടുക്കാൻ വളരെ വിഷമമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല അർത്ഥം. ഫലം ഉണ്ടാവില്ല, കാര്യമില്ല എന്നല്ലേ പറയാം. അപ്പോൾ നമുക്ക് പിന്നെ ആകെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിൽ ചെന്ന് ചാടാതെ ഇരിക്കുക. മതം എന്നുള്ള സമുദ്രത്തിൽ ചെന്ന് ചാടാതിരിക്കുക. അത് ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടത്താം. കാരണം ഒരു തവണ അത് വന്നു പെട്ടാൽ പിന്നെ നേരെ വലിയ വിഷമാവും എന്ന് കവി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശ്ലോകം വഴി. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിറഞ്ഞു കോകൊണ്ടമതാംബുരാശവും അറിഞ്ഞു വീണോരു മനുഷ്യനോർത്താൽ അറിഞ്ഞിടാ തന്നെയും അന്യനെയും പറഞ്ഞു കേൾപ്പിക്കലും ഇല്ല കാര്യം. അപ്പോൾ ഈ ശ്ലോകം ഒന്ന് ഹൃദയസ്ഥമാക്കാൻ നോക്കുക. അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് പഠിക്കുക. തൽക്കാലം ഇന്ന് ഇത്രയും മാത്രം. ബാക്കി അടുത്ത ദിവസം ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.